Welcome students, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about some special cases of transportation problem. Three special cases we have. First one is unbalanced transportation problem. Second one is alternate or multiple solution. Third one is degeneracy in the transportation problem, and today we are trying to deal with the fourth special case of transportation problem, that is maximization in transportation problem. സാധാരണ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് എല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കുന്നത് മിനിമൈസേഷൻ എടുക്കുന്നത് അല്ലേ. അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റിയാണ് അല്ലെ, ഒരു കോസ്റ്റിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ അതിൽ ഏത് കോസ്റ്റ് ആണെന്നതിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ, ഒരു ഫേം എപ്പോഴും അതിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. സോ സാധാരണ നമുക്ക് തരുന്ന എല്ലാ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിനകത്തും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റി ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മിക്ക പ്രോബ്ലംസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് മിക്കതും തന്നെ നമ്മളുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് എന്താണ്, മിനിമൈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് അല്ലേ. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അഥവാ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനകത്ത് പ്രോഫിറ്റ്, ആ ഫേമിൻ്റെ പ്രോഫിറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കേസുകളിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ റെപ്രസെൻറ്റേഷൻ തരുന്നതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ എന്താ കൊടുക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഓരോ യൂണിറ്റിനും അവർ ഈടാക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റിയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ചില കേസുകളിൽ അവരെന്ത് ചെയ്യും, ആ ഓരോ യൂണിറ്റിനും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ പറ്റി എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് അവിടെ എന്തിനെ പറ്റിയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്ന വേരിയബിൾ ഏതാണ്, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, മാക്സിമൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മുടെ പ്രോഫിറ്റിനെ പറ്റിയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പ്രോഫിറ്റിനെ പറ്റി സ്പെസിഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിനെ പറ്റിയാണ് ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ കേസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. എങ്ങനെയാണ് എപ്പോഴാണ് മാക്സിമൈസേഷൻ വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ എന്തിനെ പറ്റി സ്പെസിഫൈ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ല, മറിച്ച് പ്രോഫിറ്റ് ഓഫ് ദ ഫേമിനെ പറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള പ്രോബ്ലംസാണ് എന്ന് വിളിക്കുന്നത് മാക്സിമൈസേഷൻ കേസസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈ പ്രോബ്ലം നമ്മൾ ഈ കേസ് നമുക്കൊന്ന് ഡീൽ ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ ദ എക്സാമ്പിൾ. A multi-plant company has 3 manufacturing plants A, B and C and 2 markets X and Y. The production cost at A, B and C are 1,500, 1,600 and 1,700 respectively, where selling price at X and Y are 4,400 and 4,700 respectively. Then demands in X and Y are 3,500 and 3,600 pieces respectively, and production capacities at A, B and C are 2,000, 3,000 and 4,000 pieces respectively. Transportation costs are as shown below and we have to solve the problem. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാണല്ലോ, കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാനുഫാക്ചറിങ് പ്ലാൻ, ഒരു കമ്പനിക്ക്, ഒരു മൾട്ടി പ്ലാന്റ് കമ്പനിക്ക് 3 മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, എ, ബി ആൻഡ് സി. കൂടാതെ ഈ മാനുഫാക്ചറിങ് പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ സെല് ചെയ്യാനായിട്ട്, മാർക്കറ്റ് ചെയ്യാനായിട്ട് 2 മാർക്കറ്റ്സും ഉണ്ട്. ദേ ആർ എക്സ് ആൻഡ് വൈ. ദ പ്രൊഡക്ഷൻ കോസ്റ്റ് എ, ബി ആൻഡ് സി, അവിടുത്തെ എന്തുകൊണ്ട് തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് തന്ന പ്രോബ്ലങ്ങളിലൊന്നും തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി സ്പെസിഫൈ ചെയ്തിരുന്നില്ലല്ലേ. ഇതുവരെ നമുക്ക് തന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് അതെല്ലാം തന്നെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഓരോ ഒറിജിൻസിലും ഉള്ള കപ്പാസിറ്റി അഥവാ സപ്ലൈ പറയുന്നുണ്ട്. ഓരോ ഡെസ്റ്റിനേഷൻസിനുള്ള ഡിമാൻഡ് പറയുന്നുണ്ട്. 3, ഓരോ ഒറിജിനിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്കും പോകേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റിയും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 കാര്യങ്ങളെ പറ്റി മാത്രമേ ഇവിടെ നമ്മൾ ഇത്രയും നാളെ പറഞ്ഞ പ്രോബ്ലംസിലെല്ലാം തന്നെ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ആ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലെയും പ്രൊഡക്ഷൻ കോസ്റ്റ്, ഈ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. എത്രയൊക്കെയാണ്, 1,500, 1,600 ആൻഡ് 1,700. ആൻഡ് ഓൾസോ എക്സും വൈ എന്ന 2 മാർക്കറ്റിലെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്, ടോട്ടൽ എത്ര
ടോട്ടലായിട്ട് പ്രൊഡക്ട്സ് എല്ലാം സെല് ചെയ്ത് പോയപ്പോൾ ടോട്ടൽ എത്ര അവർക്ക് സെല്ലിംഗ് പ്രൈസ് അവർക്ക് എത്ര കിട്ടി എന്നുള്ളത് എവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്, ഡിമാൻഡ് സെറ്റ് എക്സ് ആൻഡ് വൈ, പ്രൊഡക്ഷൻ കപ്പാസിറ്റി സെറ്റ് എ ബി ആൻഡ് സി ആൻഡ് ഓൾസോ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഈ തന്നിരിക്കുന്ന സത്യത്തിൽ അവരുടെ എന്തല്ല, ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ടേബിളാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ ഒരു ടേബിളിനെ സംബന്ധിച്ച്, ആ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് അവിടുത്തെ ഒരേ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമായിരിക്കണം. പക്ഷേ ഇവിടെ ഈ തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റി മാത്രമല്ല പറയുന്നത്, എന്തിനെ പറ്റിയാ, സെല്ലിംഗ് പ്രൈസിനെ പറ്റി പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അതായത് ഇവിടെ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ടേബിളിനെ സംബന്ധിച്ച് ഇത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ മാത്രം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമല്ല ഉള്ളത്, എന്തുണ്ട്, അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി ആ ഫേം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഓരോ ഡെസ്റ്റിനേഷനിലുമുള്ള സെല്ലിംഗ് പ്രൈസിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. സോ ആ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ, പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അഥവാ സെല്ലിംഗ് പ്രൈസും കോസ്റ്റുകളും തമ്മിൽ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം, പ്രോഫിറ്റ് ലാഭം അല്ലേ. പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് അവിടെ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടി അതിൽ നിന്നും അവർക്കുണ്ടായ കോസ്റ്റ് പ്രൈസിനെ മൈനസ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ദ റിലേഷൻ ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഈസ് വാട്ട് ഇസ് കോൾഡ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്, നമുക്ക് ഈ പ്രൊഡക്ഷൻ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം ഒരുമിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 പ്രൈസുകൾ അല്ലേ, ഈ 3 പ്രൈസുകൾ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇവ 3 ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രോഫിറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ അല്ല നമുക്ക് വേണ്ടത്, എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ ടേബിൾ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്യേണ്ട എന്താണ്, നമ്മളുടെ പ്രോഫിറ്റ് ടേബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അഥവാ ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് ഓരോ എക്സിൻ്റെ ഫൈൻ ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ 2 രീതിയിലുള്ള കോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഒന്നെന്താ, പ്രൊഡക്ഷൻ കോസ്റ്റും ഉണ്ട്, രണ്ടാമത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അല്ലേ. അത് ആ ഓരോ പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര കോസ്റ്റായി, അല്ലെങ്കിൽ ഓരോ ഫേമിന് ഇത്ര കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. കൂടാതെ ഓരോ ഫേമിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനകത്ത് 2 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസിനകത്ത് 2 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് കണക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ആസ് പ്രോഫിറ്റ് is equal to selling price മൈനസ്, ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതൊക്കെ 2 പ്രൈസുകളുടെ പ്രോഡക്റ്റ് ആണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യനകത്തെ പ്രോഫിറ്റ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഓരോ ഫേമിൻ്റെയും അല്ലെങ്കിൽ ഓരോ മാർക്കറ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസിനെയും എന്ത് ചെയ്യണം,
ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച്, ഈ ക്വസ്റ്റ്യനും ഈ ഇക്വേഷനും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ടേബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് ഏതൊക്കെ കോസ്റ്റൊക്കെ ഇവിടെ ഉള്ളത്, പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അല്ലേ? അപ്പോൾ ഇത് എവിടെയൊക്കെ ഉണ്ട്, എല്ലാ ഫോമിലും എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. എ ബി സി എന്ന് പറയുന്ന മാനുഫാക്ചറിങ് പ്ലാന്റ്സിൽ നിന്ന് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് മാർക്കറ്റ്സിലേക്ക് പോകുമ്പോൾ ഓരോ കേസുകളിലും എന്തുണ്ടാകുന്നുണ്ട്, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ പ്രോഫിറ്റ് ടേബിളിനകത്തും ഇതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് ടേബിൾ തന്നേക്കുന്നത് പോലെ തന്നെ എന്തുവരും, റോകളും കോളങ്ങളും വരും. കാരണം എന്താ, എയിൽ നിന്നും എക്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് മൈനസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ കോസ്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, അവിടുത്തെ പ്രോഫിറ്റ് കിട്ടും. എയിൽ നിന്നും വൈയിലേക്ക് കൊണ്ടുപോകുന്ന പ്രോഫിറ്റ് ഉണ്ട്. സിമിലർലി ബിയിൽ നിന്നും എക്സിലേക്ക് പ്രോഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ പ്രോഫിറ്റ് ഉണ്ട്. ബിയിൽ നിന്നും വൈയിലേക്ക് കൊണ്ടുപോകുന്ന പ്രോഫിറ്റ് ഉണ്ട്. സിമിലർലി സിയിൽ നിന്നും എക്സിലേക്കും സിയിൽ നിന്നും വൈയിലേക്ക് കൊണ്ടുപോകുന്ന കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്ത്, പ്രോഫിറ്റ് ടേബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെല്ലിംഗ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്താ, സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ഫേമിനെ, സോറി എക്സ് എന്ന് പറയുന്നത്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്തിനു ഉദ്ദേശിച്ചാൽ മാർക്കറ്റിനെ ഉദ്ദേശിച്ചാണ് സെല്ലിംഗ് പ്രൈസ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തിനു ഉദ്ദേശിച്ചാണ്, ഓരോരോ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ എയിൽ നിന്ന് എക്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സും മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് എയുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോളത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ഇറ്റ് ഈസ് എക്സിലെ സെല്ലിംഗ് പ്രൈസ് എത്ര, 4400 മൈനസ്, ഇനി ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഏത് പ്രൊഡക്ഷൻ കോസ്റ്റാ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര, 1500 പ്ലസ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്, 1000 അല്ലേ. ദാറ്റ് ഈസ് 4400 നിന്ന് എത്ര കുറയ്ക്കുക, 1500 പ്ലസ് 1000 മീൻസ് 2500 റെഡ്യൂസ് ചെയ്യുക. therefore 1900. therefore the result is 1900. അപ്പോൾ എയിൽ നിന്നും എക്സിലേക്ക് പ്രൊഡക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് എത്ര റുപ്പീസ് ആണ്, 1900 റുപ്പീസ്. സിമിലർലി എയിൽ നിന്നും വൈയിലേക്ക് പോകുമ്പോഴോ വൈയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ഈസ് 4700 മൈനസ് അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ്, എയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, എയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 1500 പ്ലസ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് 1500 which is equal to 4700 minus 3000, that is 1700 നമുക്ക് കിട്ടും അല്ലേ. സിമിലർലി ബിയുടെ സെല്ലിംഗ് പ്രൈസ്, സോറി ബി അല്ല എക്സിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ഇറ്റ് ഈസ് 4400 മൈനസ് ബിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സോറി പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1600 പ്ലസ് എത്ര വരും, 2000 അല്ലേ. ഇനി അടുത്ത എങ്ങനെ വരുന്നത്, 4700 മൈനസ് 1600 പ്ലസ് 3000. അടുത്ത എങ്ങനെ വരും, 4400 മൈനസ് അടുത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ്, 1700 പ്ലസ് 1500. Again from C to Y 4700 minus 1700 plus
2500. ഒരു ഭാഗം കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ട് 800, 100, 1200 and 500. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ഓരോ മാർക്കറ്റിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, പ്രോഡക്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഓരോ മാർക്കറ്റിലേക്ക് നമുക്ക് പ്രൊഡക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എന്താണ്? നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ഓരോ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രോഡക്ട്സ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ സംബന്ധിച്ചുള്ള ടേബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുമ്പോൾ എന്തല്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ ടേബിൾ അല്ല, ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ അല്ല കിട്ടുന്നത്. സെയിം ടൈം ഹിയർ വി ഹാവ് ഗോട്ട് ദ ടേബിൾ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എക്സ്ട്രാ അതിനകത്ത് പറഞ്ഞുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എ ബി സിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കണ്ടുണ്ട്. എത്രയൊക്കെയാ? ദിസ് 2000, 3000 and 4000. Again ഡിമാൻഡ്സ് ഇത്രയൊക്കെ എക്സിലത് 3500 ആൻഡ് വൈയിലത് 3600. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. നമ്മളുടെ ടേബിളിനകത്ത് സ്പെസിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ടേബിളിനെ ക്വസ്റ്റ്യൻ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഈ തന്നിട്ടുള്ള ടേബിൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. സോ നമ്മളുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ടേബിൾ എങ്ങനെയൊക്കെയാണ്? 3 ഫേംസ് എ ബി സി എന്നിവയുണ്ട്. 2 മാർക്കറ്റ്സ് എക്സും വൈയും ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേബിളാണ് നമ്മുടെ ഉള്ളത്. ദ വാല്യൂസ് ആർ 1900, 1700, 800, 100, 1200 and 500. ഇനി ഓരോ ഫോംസിലെയും സപ്ലൈ എന്ന് പറയുന്നത് 2000, 3000, 4000 ആൻഡ് ഓരോ മാർക്കറ്റിലെയും ഡിമാൻഡ് എന്ന് പറയുന്നത് 3500 ആൻഡ് 3600. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റിനെയും സപ്ലൈയെയും ഡിമാൻഡിനെയും സംബന്ധിച്ച് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അഥവാ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, supply and demand of each manufacturing unit and destinations നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടേബിളിനെ സംബന്ധിച്ച് ഈ ഒരു ടേബിളിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? സപ്ലൈക്കും ഡിമാൻഡിനും പുറമെ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കോസ്റ്റിനെ പറ്റിയല്ല, അതുപോലെ എന്താണ് പ്രോഫിറ്റിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് സപ്ലൈയും ഡിമാൻഡിനും കൂടാതെ തന്നാക്കുന്ന മൂന്നാമത്തെ കമ്പോണൻറ്റ് കോസ്റ്റ് ആയിരുന്നുവെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വി ഹാവ് ടു മിനിമൈസ് ദ കോസ്റ്റ്. ഏത് കോസ്റ്റാണ്? ട്രാൻസ്പോർട്ടേഷൻ, പ്രൊഡക്ഷൻ ഏത് കോസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബട്ട് ഹിയർ വി ഹാവ് ഗിവൺ പ്രോഫിറ്റിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ അതോടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ദിസ് ടേബിൾ വി ഹാവ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഇവിടുത്തെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം ഓരോ മാനുഫാക്ചറിങ് ഫേമിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷൻസിലേക്ക് നമ്മൾ എന്തിനെ മൂവ് ചെയ്യാനായിട്ട്? പ്രോഡക്ട്സിനെ മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 മാനുഫാക്ചറിങ് ഫേമുകളായ എ ബി സിയിൽ നിന്നും ഇവിടുത്തെ ഡെസ്റ്റിനേഷൻസ് ആയ എക്സ് വൈയിലേക്ക് നമ്മൾ പ്രൊഡക്ട്സിനെ സപ്ലൈ ചെയ്യുമ്പോൾ സോ ആസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ട്സിനെ സപ്ലൈ ചെയ്യുന്ന റൂട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഇത്രയും നേരം ചെയ്ത മെത്തേഡ്സ്, അതായത് നമ്മൾ എന്താ ചെയ്തത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. മിനിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ട എന്തൊക്കെ ചെയ്തത്? ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ നമ്മൾ അനലൈസ് ചെയ്യും. അതിനുശേഷം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? മോഡി മെത്തേഡ് ഉപയോഗിച്ച് ആ തന്നിരിക്കുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യും അല്ലേ.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ഇവിടെ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസേഷന് പകരം മാക്സിമൈസേഷനാണ്. അപ്പോൾ ആ ഒരു മിനിമൈസേഷനിൽ നിന്ന് മാക്സിമൈസേഷനിലേക്ക് ഒബ്ജക്റ്റീവ് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് എവിടെ നമുക്ക് കൊടുക്കണം? ആ ചെയ്യുന്ന പ്രൊസീജിയറിനകത്ത് നമ്മൾ വരുത്തണം അല്ലേ. അപ്പോൾ മിനിമൈസേഷൻ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ അതേപടി എടുത്തെഴുതി അതിനകത്ത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ഈ പ്രോബ്ലം മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റിനെ പറ്റിയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് വി ഹാവ് ടു നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ നമ്മൾ വി ഹാവ് ടു ആഡ് ആൻ എക്സ്ട്രാ സ്റ്റെപ്പ് എലോങ് വിത്ത് ദ ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതത്തിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ സ്റ്റെപ്പും കൂടെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. അത് വേറൊന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ടേബിളിനെയാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ടേബിൾ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഇതിനൊരു മിനിമൈസേഷൻ ഫോർമാറ്റിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ പ്രോഫിറ്റ് ടേബിളിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് ഈസ് 1900 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ടേബിളിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ മാക്സിമൈസേഷനെ മിനിമൈസേഷൻ ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റീറിട്ടൺ ചെയ്യാനായിട്ട്. സോ ആ റീറൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വ്യത്യാസം വരുത്തേണ്ട എത്രയേ ഉള്ളൂ? തന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേബിളിനകത്തെ മാക്സിമം വാല്യൂ ഇവിടെ 1900 ആണ്. ആ 1900 നിന്ന് ഈ ഓരോ വാല്യൂസിനെയും സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് എഴുതാനായിട്ട്? നമ്മളുടെ പുതിയ ടേബിളിന് നമ്മൾ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ? റീറൈറ്റ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് വരുന്ന ടേബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആക്കി നമ്മൾക്ക് അറിയാവുന്ന മെത്തേഡ് അനുസരിച്ച് ബാക്കി പ്രോബ്ലം ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിട്ടുള്ള ടേബിളിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണോ ആ മാക്സിമം പ്രോഫിറ്റ് വാല്യൂവിൽ നിന്നും ബാക്കി എല്ലാ വാല്യൂസിനെയും സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് എന്ത് എഴുതാനായിട്ട് പുതിയ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ ടേബിളിനെ ഞാൻ ഈ മാക്സിമൈസേഷൻ ഫോർമാറ്റിലുള്ള ടേബിളിനെ ഞാൻ റീറൈറ്റ് ചെയ്ത് മിനിമൈസേഷൻ ഫോർമാറ്റിലാകുമ്പോൾ വരുന്ന വ്യത്യാസം, ഇവിടുത്തെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? 1900. ആ 1900 എന്ന് പറയുന്ന മാക്സിമം പ്രോഫിറ്റിൽ നിന്ന് ബാക്കി എല്ലാ വാല്യൂസിനും എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ടേബിൾ, മിനിമൈസേഷൻ ഫോർമാറ്റിലുള്ള ടേബിളിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. Therefore, A, B, C, X and Y. 1900 minus 1900 is 0. 1900 minus 1700 that is 200. 1900 minus 800 that will be 1100. Again 1900 minus 100 is 1800. 1900 minus 1200 is 700. Again 1900 minus 500 that is 1400. സോ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ടേബിളിനെ സംബന്ധിച്ചത് എന്താണ്? മിനിമൈസേഷൻ ഫോർമാറ്റിലുള്ള അഥവാ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ നമ്മളുടെ ഈ മാക്സിമൈസേഷൻ ഫോർമാറ്റിലുള്ള പ്രോഫിറ്റ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതാണ് നമുക്ക് ആദ്യം വേണം. അപ്പോൾ തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ സംബന്ധിച്ച് ഇവിടുത്തെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 9000 റുപ്പീസും അറ്റ് ദ സെയിം ടൈം ഡിമാൻഡ് എന്ന് പറയുന്നത് ഈസ് 7100 റുപ്പീസ് ആണ് അല്ലേ. അപ്പോൾ അവൈലബിലിറ്റി 9000ഉം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 7100 ആണ്. That is available to the 20,000, 2,000 plus 3,000 plus 4,000. That is 9,000 rupees. And
നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 3500 പ്ലസ് 3600 7100 റുപ്പീസ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു അൺബാലൻസ്ഡ് ടേബിൾ, ട്രാൻസ്പോർട്ടേഷൻ ടേബിളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ തന്നിട്ടുള്ള പ്രോഫിറ്റ് ടേബിളിനെ, മാക്സിമൈസേഷൻ പ്രോഫിറ്റ് ടേബിളിനെ ബാലൻസ്ഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. സോ ബാലൻസ്ഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 9000 യൂണിറ്റ്സ് സപ്ലൈ ഉണ്ട്, പക്ഷേ എത്ര യൂണിറ്റ്സ്? 7100 യൂണിറ്റ്സ് ഡിമാൻഡ് ഉള്ളൂ. സോ ബാക്കിയുള്ള യൂണിറ്റ്സ് ഡിമാൻഡ് വരുന്ന രീതിയിൽ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. സോ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ 3 സപ്ലൈ സെന്റേഴ്സ്, 3 മാനുഫാക്ചറിങ് ഫേംസിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരുന്ന എക്സ് വൈ എന്ന് പറയുന്ന 2 ഡെസ്റ്റിനേഷനുകളിലേക്ക് മാത്രമായിരുന്നു നമ്മൾ പ്രൊഡക്ട്സിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ സപ്ലൈ കൂടുതലായിട്ട് നമ്മളൊരു പുതിയൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഫോം ചെയ്ത്, ദാറ്റ് ഈസ് ഇസൈ. therefore ഇവിടെ നമുക്ക് and 3500 3600 അതെല്ലാം സെയിം തന്നെ. ഇനി എന്താ വരുന്നത്? ബാക്കി ടോട്ടൽ 9000-ൽ നിന്ന് എത്ര ബാക്കി വരുന്നുണ്ടെന്ന് നോക്കണം. 7100 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ബാക്കി വരുന്നുണ്ട്? 0 0 1900 പ്രോഡക്ട്സ്, അത്രയും യൂണിറ്റ്സ് പ്രൊഡക്ട്സ് ബാക്കി വരുന്നുണ്ട്. സോ ഇപ്പം എന്തായി? 2 സൈഡിലെയും പ്രൊഡക്ട്സും ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും യൂണിറ്റ്സ് സെയിം ആയിട്ട് മാറി. സോ ആ 1900 നമ്മൾ ഏത് ഡെസ്റ്റിനേഷൻ കൊടുത്തു? ഇസഡ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ നമ്മൾ അലോട്ട് ചെയ്ത്. ഇനി എന്താണ്? ഈ ഇസഡ് എന്ന ഡെസ്റ്റിനേഷൻ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഡെമ്മി ഡെസ്റ്റിനേഷൻ നമ്മൾ ആഡ് ചെയ്തതല്ലേ. ദർഫോർ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. ദർഫോർ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുന്നു? 0 ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാം സെയിം തന്നെ, ബാക്കി വാല്യൂസ്, പ്രോഫിറ്റ് വാല്യൂസ് എല്ലാം സെയിം തന്നെ. സോ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന മാക്സിമൈസേഷൻ ടേബിൾ അഥവാ പ്രോഫിറ്റ് ടേബിളിനെ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അൺബാലൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പുതിയ ഡെമ്മി ഡെസ്റ്റിനേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഈ റെക്ടിഫൈ ചെയ്യപ്പെട്ട മാക്സിമൈസേഷൻ ടേബിളിനെ എന്താക്കി മാറ്റണം? ഒരു മിനിമൈസേഷൻ ടേബിളായിട്ട് മാറ്റണം. അതായത് പ്രോഫിറ്റിന്റെ ടേംസിൽ ഉണ്ടായിരുന്ന ഈ ടേബിളിനെ ഞാൻ കോസ്റ്റിന്റെ ടേംസിലുള്ള ടേബിളായിട്ട്, മിനിമൈസേഷൻ ടേബിളായിട്ട് ഞാൻ മാറ്റാനായിട്ട് പോകുന്നു. അത് വലിയ പാടൊന്നുമില്ല ചെയ്യാനായിട്ട്. ഈ ടേബിളിനെ സംബന്ധിച്ച് ഇവിടുത്തെ മാക്സിമം പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് ടേബിളിനെ സംബന്ധിച്ച് ഇവിടുത്തെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? ഹിയർ ഈസ് 1900 ഈസ് ദ മാക്സിമം പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഈ മാക്സിമൈസേഷൻ ടേബിളിനെ മിനിമൈസേഷൻ ടേബിൾ ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ മാക്സിമം പ്രോഫിറ്റ് ആയ 1900-ൽ നിന്നും ബാക്കി എല്ലാ വാല്യൂസിനും എന്ത് ചെയ്യണം? ബാക്കി എല്ലാ പ്രോഫിറ്റിനെയും സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ മിനിമൈസേഷൻ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് പുതിയ ടേബിൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും? നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ it will be 3500 3600. ഇവിടുന്ന് മാറ്റമില്ലല്ലോ. സപ്ലൈ ഡിമാൻഡിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ദാറ്റ് റിമെയിൻസ് സെയിം. എന്ത് മാത്രം മാറുന്നു? അകത്തുള്ള പ്രോഫിറ്റ് മാത്രം മാറുന്നു. 1900 minus 1900 is 0. 1900 minus 1700 is 200. 1900 minus 0 is 1900. 1900 minus 800 is 1100. 1900 minus 100 is 1800. 1900 minus 0 is 1900. 1900 minus 1200 is 700. And here it is 1400, again 1900. സോ ഇപ്പം നമുക്ക് കിട്ടിയ ഈ ടേബിളിനെ സംബന്ധിച്ച് ഈ ടേബിൾ എന്താണ്? മിനിമൈസേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ്. സോ ഈ ടേബിൾ ഇപ്പം നമ്മൾ ഏത് ഫോർമാറ്റിലായി? ഇതൊരു കോസ്റ്റ് ടേബിളിൻ്റെ ഫോർമാറ്റിലായിട്ട് മാറി. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരുന്ന ടേബിൾ എന്ന് പറയുന്നത് ഒരു
പ്രോഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമൈസേഷൻ ടേബിൾ ആയിരുന്നു. ഇപ്പോൾ എന്തായിട്ട് മാറി, കോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമൈസേഷൻ ടേബിൾ ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റിയെടുത്തു ആഫ്റ്റർ ബാലൻസിങ് ദ സപ്ലൈ ആസ് വെൽ ആസ് ദ ഡിമാൻഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പഴയ പോണക്ക് തന്നെ ഈ ടേബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഏതൊക്കെ? ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് വോഗൽസ് മെത്തേഡ് ആൻഡ് നമ്മളുടെ മോഡി മെത്തേഡ് അനുസരിച്ച് വെരിഫിക്കേഷൻ ആസ് വെൽ ആസ് ദ മോഡിഫിക്കേഷൻ നമ്മളിവിടെ നടത്തണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആദ്യം എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, വോഗൽസ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരികയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെ. നമ്മളോട് ചെയ്ത വ്യത്യാസം എന്തുമാത്രമായിരുന്നു, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മാക്സിമൈസേഷൻ ടേബിൾ ആയിരുന്നു. ആ മാക്സിമൈസേഷൻ ടേബിളിനെ ഞാൻ എന്തായിട്ട് മാറ്റി, ആദ്യം ബാലൻസ്ഡ് ആണ് ചെക്ക് ചെയ്തതിന് ശേഷം ബാലൻസിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ബാലൻസിങ് പ്രൊസീജിയർ നടത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ മാക്സിമൈസേഷൻ ടേബിളിനെ മിനിമൈസേഷൻ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം കിട്ടിയ ഈ ടേബിൾ നമ്മൾക്ക് ആക്ച്വലി നമ്മൾക്ക് തരുന്ന ഒരു ഫോർമാറ്റിലുള്ള ടേബിൾ, കോസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ്. ഈ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം ബൈ മീൻസ് ഓഫ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആൻഡ് വി ക്യാൻ വെരിഫൈ ആസ് വെൽ ആസ് മോഡിഫൈ ദ ഒപ്റ്റിമൽ വെരിഫൈ ആസ് വെൽ ആസ് മോഡിഫൈ ദ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് മോഡി മെത്തേഡ്. അപ്പോൾ ഈ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മോഡി മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അത് രണ്ട് ഞാൻ നിങ്ങൾക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഞാനിത് ചെയ്തത് വരെ ഇവിടം വരെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അതുവഴി മോഡി മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്ത് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് ഇവിടെ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പിന്നെ ഞാൻ പറയാം, ഇവിടുത്തെ മിനിമം കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് മിനിമം കോസ്റ്റ് ഇസ് ഈക്വൽ ടു 796,000. ഈ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് മിനിമം കോസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം എനിക്കിത് ഹോം അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.